മാനസ, തിരുവനന്തപുരത്ത് കുറച്ച് സമയം മാറി നിന്ന മഴ വീണ്ടും പെയ്തു തുടങ്ങിയിരിക്കുന്നു അല്ലേ? ഈ സംസ്ഥാന വ്യാപകമായി വിവിധ ജില്ലകളിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഏതു തരത്തിലാണ്? അതുതന്നെയാണ് മനു. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി 3 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരത്തും നേരിയ രീതിയിലുള്ള മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപ് മേഘാവൃതമായ അന്തരീക്ഷം തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ മഴ പെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപക മഴ അടുത്ത 5 ദിവസം വരെ ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിതീവ്ര മഴ സാധ്യത, അതായത് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് 3 ജില്ലകൾക്കാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കാണ്. എറണാകുളത്തും അതോടൊപ്പം തന്നെ ഇടുക്കിയിലും നല്ല രീതിയിലുള്ള മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ 5 ജില്ലകൾ, അതായത് ഓറഞ്ച് അലർട്ടുള്ളത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, പാലക്കാട് ആണ്. ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും അതിതീവ്ര മഴ സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ യെല്ലോ അലർട്ട് നൽകിയ ബാക്കിയുള്ള ജില്ലകളിലും ഇതേ രീതിയിലുള്ള മഴ, അതായത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇനി 10 മണിയോടുകൂടി എന്തായിരിക്കും മുന്നറിയിപ്പ് എന്നുള്ളതും വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ മഴ സാധ്യത ഇപ്പോൾ നിലവിൽ എത്ര ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പാണ്? എത്ര ദിവസം മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ മാനസ നമ്മളോട് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്? നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ദിവസത്തെ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് റെഡ് അലർട്ടും അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളുമായി വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് മാത്രമാണ് അതിതീവ്ര മഴ സാധ്യത കാണുന്നുള്ളൂ എങ്കിൽ കൂടിയും വരും മണിക്കൂറുകളിൽ മഴയുടെ തീവ്രത അനുസരിച്ച് ഒരുപക്ഷെ കൂടുതൽ ജില്ലകളിലേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാം. ഓറഞ്ച് അലർട്ടുകളും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിലവിൽ ഈ ഒരു മഴ ലഭിക്കാനുണ്ടായ കാരണമായി പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ, അതായത് തമിഴ്നാട് തീരത്തിനോട് ചേർന്ന് ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യ തെക്കൻ ജില്ലകളിലായിരിക്കും ശക്തമായ രീതിയിലുള്ള മഴ തുടരുക എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മലയോര തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം തന്നെയാണ്. കേരള തീരത്തും ജാഗ്രതാ മുന്നറിയിപ്പ് ഉണ്ട്. മോശം കാലാവസ്ഥയായതുകൊണ്ട് തന്നെ കടൽക്ഷോഭ സാധ്യതയൊക്കെയും കണക്കിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെയും തന്നെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് വെള്ളം കയറുന്ന ഇടങ്ങളാണെങ്കിൽ, ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളാണെങ്കിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക. അതാണ് മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.